നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.2 ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോയിലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈച്ച് വിത്ത് ദ ഗിവൺ നമ്പേഴ്സ് ആസ് ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഇറ്റ് സീറോസ്. നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ 2 സീറോസ് ഉണ്ടായിരിക്കും. ആ 2 സീറോസിൻ്റെ സമ്മും അതേപോലെ തന്നെ അതിൻ്റെ പ്രോഡക്റ്റുമാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ 2 നമ്പറുകൾ, അല്ലാതെ ആ പോളിനോമിയലിൻ്റെ സീറോസ് അല്ല. ഇത് വെച്ചിട്ട് നമുക്ക് ആ ക്വാഡ്രാറ്റിക് പോളിനോമിയലെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ 6 സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വളരെ ഈസിയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സം ഓഫ് ദ സീറോസ് 1/4ഉം പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് -1 ആണ്. അപ്പോൾ നമുക്ക് ലെറ്റ് ദ സീറോസ് നമുക്ക് ആൽഫയും ബീറ്റയും ആയിട്ട് എടുക്കാം. ലെറ്റ് ദ സീറോസ് ബി ആൽഫ ആൻഡ് ബീറ്റ. അങ്ങനെയാണെങ്കിൽ ആൽഫയും ബീറ്റയും ആണെങ്കിൽ നമ്മുടെ പോളിനോമിയൽ നമുക്കൊരു ഫോമിൽ എഴുതാൻ പറ്റും. അതായത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ x² - ഇതിൻ്റെ ജനറൽ ഫോമാണ് ആൽഫ പ്ലസ് ബീറ്റ, അതായത് അതിൻ്റെ സമ്മ് ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ അതിൻ്റെ പ്രോഡക്റ്റ്. ഇങ്ങനെയായിരിക്കും ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇൻ ആൽഫ ആൻഡ് ബീറ്റ, അതായത് സമ്മും പ്രോഡക്റ്റും ആണെങ്കിൽ ഈ ഒരു രീതിയിൽ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നോക്കാം. x² - ഇവിടെ തന്നിരിക്കുന്ന ആൽഫ പ്ലസ് ബീറ്റയാണ് എന്ത്? ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 1/4 ആൽഫ ഇൻറ്റു ബീറ്റ, അതായത് പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു -1 ആണ്. അപ്പോൾ നമുക്കതിൽ ഇട്ട് കൊടുക്കാം. ആൽഫ പ്ലസ് ബീറ്റ 1/4x പ്ലസ് ആൽഫ ബീറ്റ -1. പക്ഷെ നമുക്കിവിടെ ഇതിപ്പോൾ നമ്മുടെ ആൻസർ കഴിഞ്ഞു. പക്ഷെ നമുക്കിവിടെ 1/4 ഫ്രാക്ഷനായിട്ട് നമ്മൾ ഒരിക്കലും പോളിനോമിയൽ പറയില്ല. അപ്പോൾ ഒന്നും കൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടൊന്ന് നല്ല രൂപത്തിലാക്കും. അപ്പോൾ ഈ 4 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? LCM എടുത്തിട്ട് എല്ലാത്തിനും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതെന്താവും? 4x² ഇവിടെ x ആവും. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/4 ക്യാൻസൽ ആയി പോകും, 1 വരും അല്ലേ? -x ഇവിടെ -1 വരിക, -1 × 4 -4. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 4x² - x -4 എന്നാണ്. അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ജനറൽ ഫോം നമ്മളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. സെക്കൻഡ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സം എന്ന് പറയുന്നത് √2ഉം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് 1/3 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സീറോസ് നമുക്ക് ഇതേപോലെ തന്നെ ആൽഫയും ബീറ്റയും ആയിട്ട് എടുക്കാം. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു √2, ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു 1/3. അപ്പോൾ നമ്മുടെ ജനറൽ ഫോർമുല എഴുതാം. x² - ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. അങ്ങനെയാണെങ്കിൽ x² - ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്? √2x പ്ലസ് ആൽഫ ബീറ്റ 1/3. അപ്പോൾ ഇവിടെ നമുക്കൊരു 3 ഫ്രാക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാത്തിനും നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 3x² - 3√2x പ്ലസ് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3ഉം 3ഉം ക്യാൻസലായി പോയിട്ട് +1 വരും. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ നമുക്ക് തന്നിരിക്കുന്ന ആൽഫ പ്ലസ് ബീറ്റ അല്ലെങ്കിൽ സം ഓഫ് ദ സീറോസ് എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ആൽഫ ബീറ്റ നമുക്ക് തന്നിരിക്കുന്നത് √5 ആണ്. അപ്പോൾ നമ്മുടെ ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ അതെല്ലാത്തിനും നമ്മൾ അങ്ങനെ എഴുതണം കേട്ടോ. ഞാൻ അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്ന കാരണം അങ്ങനെ ചെയ്യുന്നില്ല. ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബി ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ, ദെൻ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 0, ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു √5. ദെർഫോർ ദ റിക്വയർഡ് പോളിനോമിയൽ ഈക്വൽ ടു x² - ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ. അപ്പോൾ x² - ആൽഫ പ്ലസ് ബീറ്റ ഇവിടെ 0 ആണ്. അപ്പോൾ 0 × x പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് √5 ആണ്. അപ്പോൾ 0 × x എന്ന് പറയുമ്പോൾ ആ ഒരു ടേം ഇല്ല അല്ലേ അവിടെ. അപ്പോൾ x² പ്ലസ് √5 ആണ് നമ്മുടെ റിക്വയർഡ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. വളരെ ഈസി അല്ലേ? നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെ തന്നെ ആദ്യം എന്ത് എഴുതാം? ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബി ദ 2 സീറോസ് ഓഫ് ദ പോളിനോമിയൽ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് സം ആൽഫ പ്ലസ് ബീറ്റ എത്ര തന്നിരിക്കുന്നത്? 2ഉം 1 തന്നിരിക്കുന്നത്. പ്രോഡക്റ്റും അതേപോലെ തന്നെ സമ്മും എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് റിക്വയർഡ് പോളിനോമിയൽ ഇസ് ഈക്വൽ ടു x² - ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. അപ്പോൾ x² - ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 1 × x പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ x² - നമുക്ക് 1 × x എന്ന് പറയുമ്പോൾ x എന്ന് എഴുതിയാൽ മതി അല്ലേ? x² - x + 1 ആണ് നമ്മുടെ റിക്വയർഡ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ.
നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളിതുപോലെ തന്നെ എഴുതണം. ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബി ദ ടു സീറോസ് ഓഫ് ദ പോളിനോമിയൽ ദെൻ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സം എന്ന് പറയുന്നത് -1/4 അതുപോലെ പ്രോഡക്റ്റ് തന്നിരിക്കുന്നത് 1/4 ആണ്. അപ്പോൾ നമ്മളത് അങ്ങനെ കൊടുത്തു. therefore the required polynomial is equal to x square minus alpha plus beta into x plus alpha beta ഇതിൻ്റെ വാല്യൂസ് കൊടുക്കാം. എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -1/4 ആണ് അല്ലേ. ഈ മൈനസും പ്ലസ് ആവും. 1/4x പ്ലസ് ആൽഫ ബീറ്റ 1/4. അപ്പോൾ ഇവിടെ ഒരു 4 വന്നിട്ടുണ്ട് അല്ലേ, ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 4 കൊണ്ട് നമുക്ക് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4x² പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രം എക്സ് വരും. ഇവിടെ 4 ക്യാൻസലായി പോയിട്ട് +1. അപ്പോൾ 4x² പ്ലസ് എക്സ് പ്ലസ് 1. അപ്പോൾ ഇതാണ് റിക്വയർഡ് പോളിനോമിയലെ. നമുക്ക് ഇതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബി ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ദെൻ ദ റിക്വയർഡ് പോളിനോമിയൽ. ആൽഫ പ്ലസ് ബീറ്റ എത്രയാണെന്ന് നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ എത്ര തന്നിരിക്കുന്നത് 4. അതുപോലെ തന്നെ അതിൻ്റെ പ്രോഡക്റ്റ് തന്നിരിക്കുന്നത് 1 ആണ്. അപ്പോൾ therefore the required polynomial equal to x² minus alpha plus beta into x plus alpha beta. അപ്പോൾ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ് 4. അപ്പോൾ 4x പ്ലസ് ആൽഫ ബീറ്റ 1. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരുന്നു. x² മൈനസ് 4x പ്ലസ് 1. അപ്പോൾ ഈ ഒരു ജനറൽ ഫോർമുല ഉണ്ടല്ലോ റിക്വയർഡ് പോളിനോമിയൽ, അത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ മൈനസ് ആണ്, പ്ലസ് അല്ല, അതൊക്കെ ഓർക്കുക. പിന്നെ ജസ്റ്റ് സമ്മ് ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് സമ്മും അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് പ്രോഡക്റ്റുമാണ് അവിടെ അപ്ലൈ ചെയ്യുക. പിന്നെ ഇതുപോലെ ഫ്രാക്ഷനൊക്കെ ആണെങ്കിൽ ആ ഒരു നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടുള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ എക്സസൈസ് ഇവിടെ അവസാനിക്കുകയാണ്, ഈ ചാപ്റ്ററും അവസാനിക്കുകയാണ്. നമുക്ക് കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്